അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേജിലോട്ട് എത്താൻ സാധിക്കും. ഇതാണ് ജൻ ആന്തോളൻ ഡാഷ്ബോർഡിൻ്റെ എൻട്രി ലെവൽ. ഈ ഭാഗത്ത് നിങ്ങൾക്ക് അസൈൻ ചെയ്ത് തന്നിട്ടുള്ള യൂസർ നെയിം പാസ്വേഡ് ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്യണം. ഈ പേജ് നോക്കുക. പ്രത്യേകമായിട്ട് നമ്മളിപ്പോൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയുടെ പേരിൽ ഒരു മരം നടണമെന്നുള്ളത്. അപ്പോൾ പ്രീ സ്കൂൾ കുട്ടികളെയോ അല്ലാത്തവരെ പങ്കെടുപ്പിച്ചുകൊണ്ടിട്ടാണ് ഈ പരിപാടികളൊക്കെ നമ്മൾ നടത്തിയിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ അത്തരത്തിലെ പ്രോഗ്രാം മാത്രം ഈ ഡാഷ്ബോർഡിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള പേജാണ്. അതുകൊണ്ടാണ് അവിടെ പ്ലാൻ ഫോർ മദർ ഡാറ്റ എൻട്രി ലോഗിൻ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ ആ ഒരു ഹെഡിങ് അവിടെ കാണുന്നത്. അപ്പോൾ അതിന് താഴെ യൂസർ നെയിം പാസ്വേഡ് എന്ന് കാണാം. നമുക്കറിയാം ഓരോ അംഗൻവാടി സെൻറ്ററുകൾക്കും പ്രത്യേകം യൂസർ നെയിം പാസ്വേഡ് ഇല്ല. പകരം ഒരു പ്രൊജക്റ്റിന് ഒരു യൂസർ നെയിമും പാസ്വേഡാണ് അസൈൻ ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് തരും. അത് നിങ്ങളിവിടെ യൂസർ നെയിം എന്ന് കാണുന്ന അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പാസ്വേഡും ഇപ്പോൾ ഓൾറെഡി അത് കൊടുത്തത് കൊണ്ടാണ് രണ്ടും പെട്ടെന്ന് ഓപ്പൺ ആയിട്ട് വന്നത്. വീണ്ടും നിങ്ങൾ അവിടെ യൂസർ നെയിം കൊടുക്കുക. യൂസർ നെയിം കൊടുത്ത ഉടനെ പാസ്വേഡും സെയിം തന്നെയാണ്. അതൊന്ന് കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ അത് പ്രകാരം തന്നെ വീണ്ടും ഒന്ന് എൻട്രി വരുത്തിയാലും മതി. അതിനുശേഷം ഇവിടെ ലോഗിൻ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആ ഭാഗം നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഫോമിലോട്ട് എത്താൻ സാധിക്കും. ഈ ഭാഗത്താണ് ഇന്ത്യയിലുള്ള എല്ലാ അംഗനവാടികളിൽ നിന്നും എൻട്രി കയറി വരേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഒരു സെൻറ്ററിൽ നിന്നും എത്ര എൻട്രികളാണോ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അത്ര എൻട്രികൾ നമുക്ക് ചെയ്യാം. കാരണം നമ്മൾ നേരത്തെ തന്ന നിർദ്ദേശപ്രകാരം പ്രീ സ്കൂളിൽ വരുന്ന കുട്ടികളോ അല്ലാത്തവരുമാണ് നമ്മൾ അമ്മയുടെ പേരിലൊരു മരം നടുന്നത് അല്ലെങ്കിൽ ഒരു തൈ നടുന്നത്. അപ്പോൾ എത്ര കുട്ടികളാണ് അത്രയും കുട്ടികളുടെ ഫോട്ടോ നിങ്ങൾ എടുത്തിട്ടുണ്ടാവും. ഒന്നല്ലെങ്കിൽ ഓരോ ഫോട്ടോ സിംഗിളായി നിങ്ങൾക്ക് ഇതിൽ രേഖപ്പെടുത്താൻ കഴിയും. എല്ലാം എന്നുണ്ടെങ്കിൽ എല്ലാം കൂടി കൊളാഷ് ചെയ്തിട്ട് ഒരു സെൻറ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഓരോ എൻട്രികളായിട്ട് ഇതിലേക്ക് രേഖപ്പെടുത്താം. അതിന് ആദ്യം കാണുന്ന ഭാഗം ശ്രദ്ധിക്കുക. ഇവിടെ ഗ്രൂപ്പ് എന്ന് കാണുന്ന ഇവിടെ ട്രീ പ്ലാന്റേഷൻ എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത് ഓൾറെഡി അവിടെ ടൈറ്റിൽ ചെയ്തിട്ടുള്ളതാണ്, അത് നമുക്ക് എഡിറ്റ് ചെയ്യാനില്ല. അടുത്ത സെക്ഷൻ നോക്കുക. തീം എന്ന് കാണുന്ന അവിടെ സെലക്ട് തീം എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ കാണാം ഏക് പേഡ് മാ കെ നാം, അതായത് അമ്മയുടെ പേരിലൊരു മരം, പ്ലാൻ ഫോർ മദർ എന്നുള്ള ഭാഗം ജസ്റ്റ് ക്ലിക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇത് പ്രകാരം അവിടെ ഓപ്റ്റ് ചെയ്ത് വരും. അതിനുശേഷം ഓർഗനൈസർ. ഈ പരിപാടി ആരാ നടത്തുന്നത്? മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്, അതായത് നമ്മളുടെ മിനിസ്ട്രിയാണ്. അതവിടെ ഓൾറെഡി ടൈറ്റിലാണ്, അത് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ലെവൽ എന്ന് കാണാം. അത് ബ്ലോക്ക് ലെവൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ AWC ബ്ലോക്ക് എന്ന് കാണാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? ബ്ലോക്കിൽ നിന്നും കൺസോളിഡേറ്റ് ചെയ്ത് എൻട്രി ചെയ്യുക. അതേപോലെ തന്നെ ഓരോ അംഗൻവാടി സെൻറ്ററിൽ നിന്നും നേരിട്ട് ചെയ്യേണ്ട പ്രവർത്തനം ആയതുകൊണ്ട് ഇവിടെ AWC എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സെൻറ്ററിനെ പ്രതിനിധീകരിച്ച് കൊണ്ടാണ് ഓരോ അംഗൻവാടി ടീച്ചറും ഈ എൻട്രികൾ വരുത്തുന്നത്. അപ്പോൾ നമ്മളിവിടെ AWC എന്നുള്ളത് സെലക്ട് ചെയ്തു. അതാണ് ലെവൽ എന്ന് പറയുന്നത്. അതിനുശേഷം AWC എന്നുള്ള ഭാഗം ശ്രദ്ധിക്കുക. ഇവിടെ സെലക്ട് AWC എന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊജക്റ്റ് കീഴിലുള്ള എല്ലാ സെൻറ്ററുകളുടെ പേരും അവിടെ കാണും. അതിൽ നിങ്ങളുടെ സെൻറ്റർ ഏതാണോ അതിവിടെ ക്ലിക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം അവിടെ നിങ്ങളുടെ സെൻറ്റർ കാണാൻ സാധിക്കും. അത് ഉറപ്പാക്കണം നിങ്ങളുടെ സെൻറ്റർ തന്നെയാണോ പേര് വന്നിട്ടുള്ളത്. കാരണം നിങ്ങൾ വേറെ ആരുടെയെങ്കിലും സെൻറ്ററിൽ അടിച്ചു കഴിഞ്ഞാൽ ഈ നിങ്ങളെടുത്ത ഫോട്ടോയും മറ്റുള്ള കാര്യങ്ങളൊക്കെ വേറെ ടീച്ചറുടെ സെൻറ്ററിലെ പേരിലായിരിക്കും അപ്ലോഡായി പോവുക. അപ്പോൾ നിങ്ങൾ ഉറപ്പാക്കേണ്ടത് എന്താണ്? നിങ്ങളുടെ സെൻറ്ററിൻ്റെ പേര് തന്നെയാണോ ഈ AWCക്ക് കീഴിൽ വന്നിട്ടുള്ളത് എന്നുള്ളത് കൂടെ പ്രത്യേകം ഉറപ്പാക്കണം. അതിനുശേഷം ഇവിടെ ആക്ടിവിറ്റി എന്ന് കാണുന്നുണ്ട്. ഈ ആക്ടിവിറ്റി ബാർ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾ നോക്കുക ട്രീ പ്ലാന്റേഷൻ അലോങ് വിത്ത് പ്ലഡ്ജ്. നമ്മളറിയാം, നമ്മൾ പ്രീ സ്കൂൾ കുട്ടികളെ ക്ലാസ്സിൽ എടുക്കുന്ന സമയം ആ കുട്ടികൾക്ക് മരം തൈ നടുന്നതിനെ കുറിച്ചിട്ടുള്ളൊരു പ്രതിജ്ഞ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ്, അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നതാണ്. അത് ഉറപ്പായിട്ട് ചെയ്തതിന് ശേഷം ആ ഭാഗം ഇങ്ങനെയാണ്, ഈ ആക്ടിവിറ്റിയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അത് ചെയ്തത് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അത് ഓപ്റ്റഡ് ആയി. ആക്ടിവിറ്റി എന്ന് കാണുന്നത് ട്രീ പ്ലാന്റേഷൻ അലോങ് വിത്ത് പ്ലഡ്ജ് എന്നവിടെ കാണാൻ സാധിക്കും. ഇനി ഫ്രം ഡേറ്റും ടു ഡേറ്റും ഉണ്ട്. ആ ഫ്രം ഡേറ്റിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മാസത്തെ കലണ്ടർ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഈ മാസം നമ്മൾ എപ്പോഴാണോ ഈ തൈ നടുന്ന പ്രോഗ്രാം നടത്തിയത് 20-ാം തീയതി ആണെങ്കിൽ 20-ന് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവിടെ സെറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 20-ആയി. അപ്പോൾ എന്ന് മുതലാണ് പ്രോഗ്രാം? നമുക്ക് ഇന്ന് അടുത്തത് ഫ്രം ഡേറ്റാണ്. ഏത് ദിവസമാണ് നമ്മൾ പ്രോഗ്രാം നടത്തിയത് ആ ഡേറ്റാണ് ഇവിടെ കാണിക്കേണ്ടത്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്രം ഡേറ്റും ടു ഡേറ്റും ഉണ്ട്. ഇത് രണ്ടും ഒരേ ദിവസം തന്നെ വരികയുള്ളൂ. അപ്പോൾ നമ്മളിവിടെ 20-ാം തീയതിയാണ് പരിപാടി നടത്തിയതെങ്കിൽ അവിടെ 20 എന്ന് ക്ലിക്ക് ചെയ്ത് സെറ്റ് കൊടുക്കുക. ഇനി ഇവിടെ ടു ഡേറ്റ് കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് 20-ാം തീയതി തന്നെ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. 21 സെലക്ട് ചെയ്യാൻ സാധിക്കില്ല. അന്നാൾ ദിവസത്തെ കാര്യങ്ങൾ മാത്രമേ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 20-ആണ്. ഇന്നലെയാണ് നമ്മൾ പരിപാടി നടത്തിയത്. അങ്കണവാടി തലങ്ങളിലെ കുട്ടികളെ തൈ നടിക്കൽ, അമ്മയുടെ പേരിൽ നമ്മൾ മരം നട്ടു എന്നുള്ളത്, അതായത് തൈ നട്ടു എന്നുള്ള രീതിയിലാണ് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് സെറ്റ് ചെയ്ത് തൈ നട്ടതൊക്കെ. അതിനുശേഷം ഇവിടെ സെറ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രം ഡേറ്റും ടു ഡേറ്റും ഓക്കെ ആയി.
ഇനി അവിടെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. നമ്പർ ഓഫ് ട്രീസ് പ്ലാന്റഡ് എന്ന്, അത് എത്ര തൈകളാണ് അവിടെ നട്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്ര തൈകൾ നട്ടു എന്നുള്ളത് കൃത്യമായി നമ്മളവിടെ രേഖ കൊടുത്തു. 23 എണ്ണം നട്ടു എന്നുള്ളത് കൊടുത്തതിന് ശേഷം ഇവിടെ അപ്ലോഡ് പിക്ചർ എന്ന് കാണുന്നുണ്ട്. ആ ഭാഗം ജസ്റ്റ് ബ്രൗസ് ഫയൽ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ക്ലിയറായി വിചാരിക്കുന്നു. അപ്ലോഡ് പിക്ചറിൻ്റെ അവിടെ ബ്രൗസ് ഫയൽ എന്നുള്ള ഈ ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എടുത്തു വെച്ച ഫോട്ടോ 2 MB കൂടുതലാവാൻ പാടുള്ളതല്ല. 2 MB ഒരു പോയിൻ്റ് കൂടിയാൽ പോലും അപ്ലോഡ് ആവാൻ സാധ്യതയില്ല. അത് JPG അതേപോലെ PNG ഫോർമാറ്റിലുള്ള ഫോട്ടോസ് ആയിരിക്കണം. നമ്മൾ ഫോണിൽ എടുക്കുന്നതുകൊണ്ട് എന്തായാലും ഉറപ്പായാലും ഈ ഫോർമാറ്റ് തന്നെ ആയിരിക്കും. എന്നിരുന്നാലും നമ്മൾ അതിൻ്റെ KB 140-50 KB ഒക്കെ ആകുമ്പോഴേക്ക് കൃത്യമായി ഫോട്ടോ നമുക്ക് ക്ലിയർ ഉള്ളതായിരിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ ബ്രൗസ് ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസ് ഈ ഭാഗത്ത് നിന്ന് ക്ലിക്ക് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മളൊന്ന് സെലക്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇവിടെ ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഫോട്ടോ വന്നു എന്നുള്ളത് അവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം ഇവിടെ നെയിം ഓഫ് ട്രീസ് പ്ലാന്റഡ് എന്ന് കാണും. അപ്പോൾ നമ്മൾ തൈ നട്ട് കഴിഞ്ഞല്ലോ. അപ്പോൾ നട്ട തൈകളുടെയൊക്കെ പേര് വിവരങ്ങളാണ് അവിടെ ചോദിക്കുക. അവിടെ സെലക്ട് കൊടുത്താൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഒരുപാട് തൈകളുടെ പേര് വരും. ഇപ്പോൾ മാംഗോ ട്രീ ആണോ, അതുപോലെ തന്നെ നെല്ലിക്ക, അങ്ങനെ ഒരുപാട് പേര് ഇവിടെ ഒരുപാടുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാണാൻ സാധിക്കും. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് സ്ക്രോൾ ചെയ്താൽ മതി. അപ്പോൾ ഏതൊക്കെയാണ് നട്ടത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഇംലി, പുളി, ജാമൂൻ, കടം, കാതിപ്പട്ട, ഇതൊക്കെ ഹിന്ദിയും മറ്റേ ഇംഗ്ലീഷൊക്കെ കൂടി കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇംഗ്ലീഷ് നോക്കിയാൽ നമുക്ക് കുറച്ചറിയാം. ഇതാ ബനാന, അതായത് വാഴ, ഡേറ്റ്സ് ഒക്കെയാണ് ചോദിക്കുന്നത്. നമ്മൾ ഡേറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് മാർക്ക് ചെയ്യേണ്ടതില്ല. പപ്പായ, അതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് സാധാരണ ചെയ്യണതാണ്. അതൊക്കെ നമ്മൾ നട്ടിട്ടുണ്ടാവും, അതൊക്കെ കൊടുക്കുക. പിന്നെ ബ്ലാക്ക് പ്ലം, ഹിമാലയൻ കേഡറൊന്നും കൊടുക്കണ്ട, നമ്മളവിടെ അതൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഉള്ളവർ കൊടുത്തോട്ടെ, എല്ലാത്തവരും കൊടുക്കണ്ട. ഉള്ളത് മാത്രം നിങ്ങൾ ചെയ്ത അല്ലെങ്കിൽ നട്ട തൈ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതെല്ലാം ഇവിടെ മാങ്ങയൊക്കെ കൊടുത്തിട്ടുണ്ടാവും, അതൊക്കെ സെലക്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, പുറകിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് പോകും. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഈ ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്തിട്ട് 8 എണ്ണം സെലക്ട് ചെയ്തു എന്നുള്ളത് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ക്ലിയർ ആയോ? ഇവിടെ നമ്മൾ 8 തൈകളാണ് നമ്മളെ പ്രീ സ്കൂൾ കുട്ടികളെയും എല്ലാത്തവരിലൂടെയും നമ്മൾ ഈ തൈ നട്ടത്. അപ്പോൾ 8 എണ്ണമാണ് നമ്മൾ 8 തൈകളാണ് നട്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓക്കെയാണ്, 8 എണ്ണം ക്ലിയർ ആണ്. ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്ന്. ആദ്യം ചെയ്തത് ട്രീ പ്ലാന്റേഷനാണ്, ഓക്കെ. രണ്ടാമത് തീം സെലക്ട് ചെയ്തു, ഈ പേഡ് മാക്കേ നാം ക്ലിക്ക് ചെയ്തു. ഓർഗനൈസർ MOWCD ആണ്, ലെവൽ AWC എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. ബ്ലോക്ക് ആയിരുന്നു, മാറ്റി AWC ക്ലിക്ക് ചെയ്തു. അവിടെ നമ്മളെ സെൻറ്ററിൻ്റെ പേര് സെലക്ട് ചെയ്തെടുത്തു. ആക്ടിവിറ്റി എന്നുള്ളത് ട്രീ പ്ലാന്റേഷൻ അലോങ് വിത്ത് പ്ലെഡ്ജ് എന്നുള്ളത് സെലക്ട് ചെയ്തു. അവിടെ ഒന്നേ ഉള്ളൂ. പിന്നെ ഫ്രം ഡേറ്റ് ടു ഡേറ്റ്, ഇന്നാണ് സെലക്ട് ചെയ്തതെങ്കിൽ ഫ്രം ഡേറ്റും ടു ഡേറ്റും ഇന്നത്തെ ഡേറ്റ് വെക്കുക. ഇന്നലത്തെയാണ് 20-ാം തീയതിയാണ് സെലക്ട് ചെയ്തതെങ്കിൽ ഫ്രം ഡേറ്റും ടു ഡേറ്റും ആ 20-ാം തീയതി തന്നെ സെലക്ട് ചെയ്യണം. എന്നാലേ നമുക്കിതിലേക്ക് ഓപ്റ്റ് ചെയ്ത് വരുള്ളൂ. പിന്നെ ഡീറ്റെയിൽസ്, നമ്പർ ഓഫ് ട്രീ പ്ലാന്റഡ് എന്ന് ചോദിക്കുന്നുണ്ട്. അത് എത്ര എണ്ണമാണോ യഥാർത്ഥത്തിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഉറപ്പായിട്ടും ഒരു അംഗൻവാടിയിൽ നിന്ന് ഒരു എൻട്രി എങ്കിലും നിർബന്ധമായിട്ടും കയറി വരണം. പരമാവധി എത്ര എണ്ണം ചെയ്യാൻ പറ്റുമോ അത്ര എണ്ണം നിങ്ങൾക്ക് ഓരോ കുട്ടികളുടെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ അപ്ലോഡ് പിക്ചർ, നിർബന്ധമായിട്ട് ഒരു പിക്ചർ ആഡ് ചെയ്ത് വിടുക. അതിനുശേഷം നിങ്ങളിവിടെ നെയിം ഓഫ് ട്രീ പ്ലാന്റഡ് എന്ന് കാണും, അതും ക്ലിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വെയിറ്റ് ചെയ്യുക, സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന മെസ്സേജ് കാണും. ഇങ്ങനെയാണ് നിങ്ങൾ നമ്മുടെ ജൻ ആന്തോളൻ ഡാഷ്ബോർഡ് എൻട്രിക്കകത്ത് നിങ്ങളുടെ പേരിലൊരു തൈ നട്ടത് രേഖപ്പെടുത്തേണ്ട വിധം. താങ്ക് യു.